പരിശുദ്ധ അമ്മേ ജമാല മാതാവേ, അങ്ങ് എനിക്ക് തന്ന നിരവധി ഫലങ്ങളുണ്ട്. ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം 24 മാർച്ചിൽ 2-ാം തീയതി ഞാനൊരു സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ പേര് ബിന്ദു ബാബു, തൊടുപുഴയിൽ നിന്ന് വരുന്നു. മുലക്കുടത്താണ് വീട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഡെങ്കു വന്നതിന് ശേഷം പ്ലേറ്റ്ലെറ്റ്, എൻ്റെ ഹസ്ബൻഡ് ബാബു രാജപ്പൻ, പ്ലേറ്റ്ലെറ്റ് തീരെ കുറഞ്ഞു വരുമായിരുന്നു. അപ്പം ഞങ്ങൾ തൊടുപുഴയുള്ള ഫിസിഷ്യൻ സിത്താര മാഡത്തിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം മാമ ഇങ്ങനെ സ്ഥിരമായിട്ട് പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ, ഇതിനു മുമ്പ് ഞങ്ങൾ ഹോമിയോ കഴിച്ചപ്പോഴും അവിടെ നിന്നും പറഞ്ഞു ഈ പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ സ്ഥിരമായിട്ട് കുറയുന്നതുകൊണ്ട് ഇനി മരുന്ന് തരാൻ പറ്റില്ല, ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വീണ്ടും ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നു. ഫിസിഷ്യനും മരുന്ന് തന്നു. കഴിഞ്ഞപ്പോൾ ഇതിന് സ്ഥിരമായിട്ടൊരു കാരണമുണ്ട്, ഇത് കണ്ടുപിടിച്ചിട്ട് ഇനി മരുന്ന് കഴിക്കാം, കോട്ടയത്തിന് വരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്താൽ കോട്ടയത്തിന് വരില്ല, കാരണം കോട്ടയത്തിന് പോകാൻ പറഞ്ഞത് ബയോപ്സി ചെയ്യാനാണ്. ബയോപ്സി ചെയ്തിട്ട് ആ റിസൾട്ട് കണ്ടിട്ട് വേണം ഇനി മരുന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്ത് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ തലേദിവസം വരെ ഞാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ 49,000 ആയിരുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ആ കൗണ്ട് റിസൾട്ട് കാണിച്ച ചേട്ടൻ ഞാൻ പറഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പിറ്റേ ദിവസം രാവിലെ തന്നെ കോട്ടയത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടും വരുന്നില്ലായിരുന്നു. അന്നേരം ചേട്ടൻ പറഞ്ഞു മുതലക്കുടത്ത് ഫിസിഷ്യനെ ഒന്ന് കണ്ടു നോക്കട്ടെ, ചോദിക്കാം ഡോക്ടർ എന്താ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മുതലക്കുട ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് അവിടെ ഹോട്ടലിലാണ് വർക്ക്. അവിടെ ചായ കുടിക്കാൻ വന്നത്. അപ്പോൾ ഡോക്ടറെയും കാണിച്ചു. അപ്പോൾ ഡോക്ടറും ആ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു നാളെ രാവിലെ തന്നെ പൊക്കോ, കോട്ടയത്ത് പോയി പരിശോധിച്ച് നോക്കിയിട്ട് വന്നിട്ട് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടൻ വരില്ല, ഞാൻ ബയോപ്സി ചെയ്യില്ല, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവെ ഞാൻ ബയോപ്സി ചെയ്യേണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തോടെ കൊണ്ടുപോകുന്ന ആളെ ബയോപ്സി ചെയ്യേണ്ടി വരരുത് മാതാവേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ പ്ലേറ്റ്ലെറ്റ് ആദ്യം ബയോപ്സി ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി. അവിടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയപ്പോൾ 49,000 തലേദിവസമായിരുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 49,000 നിന്നിരുന്നത് 1,15,000 മാതാവിൻ്റെ സഹായത്താൽ മാത്രം ഉയർന്നു കിട്ടി. ബയോപ്സി പോലും ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഡോക്ടറെ കണ്ട് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മാത്രം മരുന്ന് മതി, ഇടയ്ക്ക് ഒന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം ആ ബയോപ്സി ചെയ്തിരുന്നെങ്കിൽ പോലും 10-15 ദിവസം വരെ ഞാൻ ആ റിസൾട്ട് കിട്ടുന്നവരെ എന്താകുമെന്ന് ആലോചിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ വളരെ വെപ്രാളത്തിലായി പോയേനെ. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ബയോപ്സി പോലും ചെയ്യാൻ അനുവദിക്കാണ്ട് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതുപോലെ എൻ്റെ മകൻ കഴിഞ്ഞ വർഷം ഞാൻ സാക്ഷ്യം പറഞ്ഞത് അവൻ +2 ജയിച്ചപ്പോഴാണ്. അന്നേരം ഞാൻ നിയോഗം വെച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു അവനെ ഏവിയേഷൻ പഠിപ്പിക്കണം, BBA ഏവിയേഷൻ ബാംഗ്ലൂർ എയിംസ് കോളേജിൽ പഠിപ്പിക്കണമെന്നാണ് ഞാൻ നിയോഗം എഴുതി വെച്ചത്. അങ്ങനെ തന്നെ സാധിച്ചു. ഈ തുച്ഛ വരുമാനമുള്ള ഞങ്ങൾക്ക് അവനെ ആ കോളേജിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വിദ്യാഭ്യാസ ലോൺ കിട്ടി തന്നെ പഠിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ആദ്യത്തെ ഗഡു ഫീസ് പേരൻസ് തന്നെയാണ് അടയ്ക്കേണ്ടത്, ബാങ്കിൽ നിന്ന് അടച്ചു തരത്തില്ല ഒരു കാരണവശാലും. നമ്മൾ ഫസ്റ്റ് ഫീ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 34% നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും നമ്മൾ അടച്ചതിന് ശേഷം. അപ്പോൾ 59,000 രൂപ അടയ്ക്കണം. ഞാൻ മറ്റൊരു മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോണിന് വേണ്ടി നടന്നു. അപ്പോൾ അതും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു മാതാവേ ഇനി എന്ത് ചെയ്യും. ഞാൻ ആ ബാങ്കിൽ ചെന്ന് ചേട്ടായോട് പറഞ്ഞു മാനേജറെ കണ്ട് പറ നമുക്കിനി പൈസ അടയ്ക്കാൻ മാർഗ്ഗമില്ല, എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ മാനേജറെ കണ്ടു. മാനേജർ പറഞ്ഞു കോളേജിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ഫോം, കാശ് രൂപം കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്, കോളേജിൽ നിന്ന് ഫീസ് അടയ്ക്കുന്നതിൻ്റെ റിക്വസ്റ്റ് ഫോം തരാമെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ നോക്കാം, അല്ലാണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വൈകുന്നേരം ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഫീസ് അടയ്ക്കാൻ എന്ത് ചെയ്യും, ലോൺ എടുക്കാൻ നടന്നിട്ട് അതും കിട്ടിയില്ല, കൊച്ചിനെ പറഞ്ഞു വിടുകയും ചെയ്തു, നിന്നെ മാത്രം വിശ്വസിച്ച് വിട്ടിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പിറ്റേ ദിവസം ചേട്ടായി പോയി ചെന്നപ്പോൾ ആ കോളേജിലെ റിക്വസ്റ്റ് ഫോം പോലും ചോദിക്കാണ്ട് ആ മാഡം 59,000 രൂപയും അടച്ചു തന്ന ഫസ്റ്റ് ഗഡു മൊത്തം മാതാവിൻ്റെ സഹായത്താൽ ബാങ്കിൽ നിന്ന് തന്നെ അടച്ചു തന്നു. അത് വലിയൊരു സഹായമാണ് ഞങ്ങൾക്ക്. കാരണം അന്ന് ഒരു നിവൃത്തിയില്ലായിരുന്നു, എൻ്റെ കൊച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ആ പൈസ ബാങ്കിൽ നിന്ന് അടച്ചു തന്നില്ലായിരുന്നെങ്കിൽ മാതാവ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ആ പൈസ അടയ്ക്കാൻ പറ്റിയത്. അതുപോലെ എൻ്റെ അയൽവക്കത്തുള്ള
ഒരു തൊട്ട് താഴത്തെ വീട്ടിലെ കുട്ടിയാണ്. അവൻ ജിമ്മിൽ പോയപ്പോൾ അവൻ്റെ കണ്ണിൽ ഈ ബെൽറ്റ് പൊട്ടി, വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻ്റെ ബെൽറ്റ് പൊട്ടി വന്ന് കണ്ണിലടിച്ചു. അപ്പോൾ ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് നിൽക്കാണ്ട് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഗ്രാൻഡ് മദർ, അമ്മയും അച്ഛനെ വിടിയില്ല, ഗൾഫിലാണ്. അമ്മ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലായതുകൊണ്ട് ഗ്രാൻഡ് മദർ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് സാധിക്കില്ല ഉമ്മ, അവർ മുസ്ലിംസാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ അത് സാധിക്കില്ല, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എന്തായാലും ഞാൻ സാക്ഷ്യം പറയാം, എന്നെ അനുവദിച്ചാൽ മതി, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞ് മുട്ടിപ്പാട്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് ബ്ലീഡിങ് കാരണം കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു. കട്ടിലെ തന്നെ ഇരുത്തിയാണ് രാത്രിയും പകലും ഇരുന്ന് 2-3 ദിവസത്തോളം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പത്രവും കൊടുത്തു വിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ കുട്ടിയുടെ കണ്ണിൽ ബ്ലീഡിങ് നിന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞിരുന്നതാണ്. സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണ്ട, മാതാവിൻ്റെ സഹായത്താൽ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. കണ്ണട മാത്രം വെച്ച് ആ കുട്ടി കാഴ്ചശക്തിയുണ്ട് നന്നായിട്ട്, കണ്ണട മാത്രം ഉപയോഗിച്ച് അവൻ പഠിക്കുന്നു. അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് അൽഫോൺസ ബേബി എന്ന ചേച്ചി, ആ ചേച്ചിക്ക് സോഡിയം കുറഞ്ഞു പോയതാണ്. അതിൻ്റെ മകള് ഗർഭിണിയാണ്. അപ്പോൾ വേറെ ആരും ഇല്ല കൊച്ചിനെ നോക്കാനും, മൂത്ത കുട്ടികളുണ്ട്. ആ അവസ്ഥ കണ്ടിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം അറിഞ്ഞില്ല ചേച്ചി, ഞാൻ ജോലിക്ക് പോയപ്പോഴാണ് കുഴഞ്ഞ് വീണ് കൊണ്ടുപോയത്. കോട്ടയത്താണെന്നും ഞാൻ അറിഞ്ഞില്ല, കാരിക്കോടായിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ ആശാ വർക്കർ വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലായിടത്തും പ്രാർത്ഥിക്കാനും പോവുകയും രോഗികളെ കാണാൻ പോകുന്ന അറിയാവുന്നതുകൊണ്ട് എൻ്റെ ആശാ വർക്കർ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അൽഫോൺസ് ചേച്ചിക്ക് സീരിയസ് ആണ്, അങ്ങനെ വെൻറ്റിലേറ്ററിലൊക്കെയാണ്, കോട്ടയത്താണ്, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, അവിടെ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ ഗർഭിണി, മൂത്ത 2 പിള്ളേരുണ്ട്, ഈ അവസ്ഥയിൽ നീ കൈവിട്ടാൽ പിന്നെ എന്ത് ചെയ്യും മാതാവേ എന്നോർത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കോട്ടയത്ത് നിന്ന് കുറഞ്ഞ് കാരിക്കോട് ആശുപത്രി കൊണ്ടുവന്നു. അവിടെ നിന്ന് ഞാൻ പോയി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കാശ് രൂപ ചേച്ചിയുടെ കൈ കൊടുത്ത വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഉറപ്പായിട്ടും എനിക്ക് നടക്കും, ഈ മോളെ നോക്കണ്ടേ, വേറെ ആരാ ഉള്ളത്, ചേച്ചി എനിക്ക് നടന്നില്ലെങ്കിൽ എന്താ ചെയ്യുക, ഉറപ്പായിട്ടും മാതാവ് എണീപ്പിച്ച് നടത്തി തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആ ചേച്ചി ഇപ്പോൾ എണീറ്റ് നടന്നു, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്ത് നടക്കുന്നു. ആ മാതാവിന് തിരുകുമാരനും 1000 നന്ദി. ഞാൻ അനാഥമന്ദിരത്തിൽ പോകാറുണ്ട്. ഞങ്ങളുടെ അവിടെ ഏഴുമുട്ടത്തും കോടിക്കുളത്തും ഒക്കെ അനാഥമന്ദിരത്തിൽ കൂടെ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്, ഹോസ്പിറ്റലിൽ രോഗികളെ കാണാറുണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഈ കാഷ്വാലിറ്റിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പം രോഗികളെ വന്ന് കൊണ്ടുവരും. അപ്പം ഞാൻ ഈ ഡോക്ടർമാരും നഴ്സുമാരും കൂടെ അവരെ പിടിക്കുവാനും ഈ കാശുരൂപം വെച്ച് ആ ഡോക്ടർമാരെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബോധം കെട്ട് കൊണ്ടുവരുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ ഡോക്ടറുടെ നഴ്സിൻ്റെ ഒപ്പം പിടിച്ചപ്പോൾ നിങ്ങൾ ആരാണെന്ന് പോലും അവർ ചോദിച്ചില്ല. ഈ കാശുരൂപം കയ്യിലിരിക്കുന്നതുകൊണ്ടാണെന്ന് അത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ ഡോക്ടറെയും നഴ്സുമാരുടെയും കൂടെ ആ കുട്ടിയെ പിടിച്ച് ബെഡിൽ കിടത്തുവാനും അവരുടെ കൂടെ നിന്ന് പരിചരിക്കുവാനും കൂടി. അതിനുശേഷം ഞാൻ ആ കുട്ടിയുടെ കാലിൽ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, ബോധം വീണ് കിട്ടിയിട്ട് ആ കൊച്ചിനെ മാറ്റി കിടത്തുന്ന കണ്ടിട്ട് ആണ്. അത്രയും നേരം ഞാനൊരു അരമണിക്കൂറോളം ആ കുട്ടിയുടെയും ഡോക്ടറും നഴ്സിൻ്റെ കൂടെ നിന്നിട്ട് പോലും എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ ആരാ ഇങ്ങനെ വെറുതെ ഒരു വ്യക്തി വന്ന് നിന്ന് ഈ കാഷ്വാലിറ്റി പോലും പ്രവർത്തിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവേ, നീ എന്നെ കൃത്യസമയത്ത് അവിടെ എത്തിച്ചത് ഈ കാശുരൂപം പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ്, എന്നിലൂടെ നീ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ സാധാരണ ഒരു വ്യക്തി അവരുടെ കൂടെ നിന്നിട്ട് പോലും എന്നോട് ചോദിക്കാത്ത മാതാവിൻ്റെ പ്രവർത്തനമാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ കോട്ടയത്ത് പോയപ്പോഴും ഇവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരികൾ വന്നപ്പോൾ പത്രം മേടിച്ചു. അപ്പം ഞാൻ കോട്ടയത്തിന് പോയപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ബയോപ്സി ചെയ്യാനാണ് എന്ന പേരിൽ പോകുന്നത് നിൻ്റെ പത്രം കൊടുക്കാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ച് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് പത്രം കൊടുക്കാനുള്ള ഒരു അവസരമാണ് എൻ്റെ അമ്മാതാവ് തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, വചനം എഴുതാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന വചനങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ അത് ഇരുന്ന് ആവർത്തിച്ച് എഴുതാറുണ്ട്, വചനം വായിക്കാറുമുണ്ട്. പിന്നെ ഞാൻ എത്ര ബുദ്ധിമുട്ട് ഇരുന്നാലും ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ അതാത് ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ബൈബിളിൽ വായിക്കാൻ പറ്റുന്നത്. എനിക്ക് ബൈബിള് വളരെ ഒഴിവാക്കാനാകാത്ത ഒരു വലിയ അനുഗ്രഹമാണ് ബൈബിൾ വായന.
നന്നായിട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ലൂക്കായുടെ